ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സാധനം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കും വിധങ്ങൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കാനഡയിൽ നിന്നും ഒരു അനുഗ്രഹിക്കപ്പെട്ട ബ്രദറും കുടുംബവും ചേർന്നാണ്. അവരുടെ ജോലി സംബന്ധമായ വിഷയത്തിനകത്ത് ഈ ജാനുവരി മാസം 21, 22 തീയതികളിൽ കേസുകൾ നടക്കുന്നു. അതിനകത്ത് അവരുടെ ലൈസൻസ് മടക്കി ലഭിക്കേണ്ടതിനായിട്ട് ഇവർ പേർ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ദൈവം ഇവർക്ക് വേണ്ടി വലിയ വിടുതലുകൾ ചെയ്യുമെന്ന് ഈ മണിക്കൂറുകൾ, ഈ ദിവസങ്ങളിൽ ഇവർ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവർക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. നിങ്ങൾ ഒരുമിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. അതേപോലെ തന്നെ തൻ്റെ മകൾ പഠിക്കുന്നു. ആ മകളുടെ പഠനം ഏറ്റവും അനുഗ്രഹത്തോടെ പൂർത്തീകരിക്കപ്പെടേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ ഇവർക്ക് നാട്ടിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടി വേഗത്തിൽ വിൽക്കുവാനായിട്ട്, ആ ബിൽഡിങ് വേഗത്തിൽ സെയിലാകേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എത്ര പേർ ഒരുമിച്ച് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും? ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഇവർക്ക് വിരോധമായി നിൽക്കുന്ന കോടതിയിലെ കേസുകൾ ദൈവം എടുത്തു മാറ്റുവാൻ പോകുന്നതിനായിട്ട് നമുക്കൊന്ന് വിശ്വസിക്കാം. പ്രിയരെ, ഇത് ഒരു അത്ഭുതത്തിൻ്റെ സമയമാണ്. ഇതൊരു വലിയ സാക്ഷ്യത്തിൻ്റെ സമയമാണ്. ദൈവം ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. നമുക്ക് വിശ്വസിച്ച് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ദൈവം പ്രവർത്തിക്കട്ടെ, ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, എൻ്റെ കൂടെ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളുമായിട്ട് ഞങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ജാനുവരി 21, 22 തീയതികൾ ഇവർക്ക് വിരോധമായി നിൽക്കുന്ന കേസിൽ കർത്താവെ, സകലതും ഇവർക്ക് നന്മയ്ക്കായി തീരേണ്ടതിനായി വലിയ അത്ഭുതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി നടക്കേണ്ടതിനായി, ദൈവത്തിൻ്റെ കരം ചലിക്കേണ്ടതിനായി ഞങ്ങൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ദൈവമേ, അങ്ങ് ചലിക്കുന്നതിനായി സ്തോത്രം, അങ്ങ് പ്രവർത്തിക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വിടുതൽ ഇപ്പോൾ വെളിപ്പെട്ട് വരട്ടെ. ദൈവപ്രവൃത്തി ഇപ്പോൾ വെളിപ്പെട്ട് വരട്ടെ. യേശുവെ, അങ്ങയുടെ കരത്തിലോട്ട് ഞങ്ങൾ ഏൽപ്പിക്കുക. ദൈവികമായ നന്മകൾ വെളിപ്പെടട്ടെ, ദൈവികമായ അത്ഭുതങ്ങൾ വെളിപ്പെട്ട് നാട്ടിലെ ആ പ്രോപ്പർട്ടിയുടെ മേളിൽ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നല്ലോ. ഏറ്റവും നല്ല വിലയിൽ അത് വിറ്റുപോകുന്നതിനായി സ്തോത്രം. കർത്താവേ, ഇവരെ സാമ്പത്തിക വിഷയത്തിനകത്തെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതകരം ചലിച്ചു കഴിഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതൊരു വിടുതലിൻ്റെ സമയം, ഇതൊരു അത്ഭുതത്തിൻ്റെ സമയം. സ്വർഗം അത്ഭുതം ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നുകൊണ്ടാണ് പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഇവർക്കും മാറ്റം കൊണ്ടുവരുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കും വിധങ്ങൾക്കുമായി നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ, എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ആയിരിക്കുന്നത്. കർത്താവിൻ്റെ കൃപയാണ്, കർത്താവിൻ്റെ വലിയ കരുതലുകളാണ് ഓരോ ദിവസവും ഈ എപ്പിസോഡ് മുമ്പോട്ട് കടന്നു പോകുന്നത്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2012 മുതൽ ഇതുവരെയും ഈ മിനിസ്ട്രിയിൽ ദൈവം കരം പിടിച്ച് നടത്തുന്നതിനായിട്ട്, ഹല്ലേലൂയ, ദൈവം ഒരു ജയം നൽകി മുമ്പോട്ട് നടത്തുന്നതിനായിട്ട് അനവധി പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരമാണ് താങ്ങിയത്. ഞാൻ നിന്നതല്ല, ദൈവം എന്നെ നിർത്തിയതാണെന്നുള്ള ബോധ്യത്തിനകത്ത്, ആ ഉറപ്പിനകത്ത് നിന്നുകൊണ്ട് ഇന്നും നിങ്ങളെ ശുശ്രൂഷിക്കുവാനായിട്ട് ഈ നിലകളിൽ ദൈവം പ്രവർത്തിച്ചെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഇന്നും ദൈവം ചലിക്കും. ഇന്നും ഒരു അത്ഭുതം ദൈവം ചെയ്യാൻ പോകുകയാണ്. എത്ര പേർ ഉറപ്പോട് ഈ എപ്പിസോഡുകളുടെ മുമ്പിൽ അല്ലെങ്കിൽ പ്രാർത്ഥനയോടായിരിക്കുന്നു? നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ വീര്യപ്രവൃത്തികൾ വെളിപ്പെടുന്ന വർഷമാണിത്. 2025 അസാധാരണമായ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആത്മാവിൽ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ പ്രാർത്ഥിക്കണം എൻ്റെ കൂടെ ചേർന്നുകൊണ്ട്. അവനിൽ വിശ്വസിച്ച് ഒരുവനും ലജ്ജിച്ചു പോകത്തില്ലെന്നുള്ള വലിയ വിശ്വാസത്തോടെ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒരാളും ലജ്ജിച്ചു പോകത്തില്ല. അവരുടെ മുഖമോ പ്രകാശിതരായി. അവനെ കാത്തിരുന്ന ഒരാളും ലജ്ജിച്ചു പോകത്തില്ല. 25-ാം സങ്കീർത്തനം വ്യക്തമായി വിളിച്ചു പറയുമ്പോൾ ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഈ മിനിറ്റിൽ നിങ്ങൾക്ക് മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന, നിങ്ങളുടെ തല കുനിപ്പിക്കുമെന്ന് പറയുന്ന എല്ലാ നിലകളിൽ നിൽക്കുന്ന എതിരുകളുടെ നടുവിൽ മഹത്വം ചലിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. സങ്കീർത്തനം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം പറയുന്നത്, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവരാകുന്നു. നിനക്ക് രക്ഷയില്ല എന്ന് പറയുന്ന എല്ലാ മേഖലയിലും എൻ്റെ ദൈവം നിനക്ക് ചുറ്റും പരിചയം, മഹത്വവും തല
ഉയർത്തുന്നവനുമാണ്. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇത് മഹത്വം വെളിപ്പെടുന്ന സമയമാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്ന സമയമാണ്. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ചാനലൊന്നും മാറ്റാതെ അറിയാം ഒന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മിനിറ്റുകൾ, ഈ 15 മിനിറ്റ് ഒന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ദൈവശബ്ദം വെളിപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കും. ഞാനിങ്ങനെ വിളിച്ചു പറയാം, ഈ 15 മിനിറ്റും എല്ലാം നിങ്ങളോട് ദൈവം സംസാരിക്കണമെന്നില്ല. പക്ഷേ ഈ 15 മിനിറ്റിൻ്റെ നടുവിൽ ഒരു ദൈവത്തിൻ്റെ ശബ്ദം നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയാണ്. ദൈവത്തിൻ്റെ ശബ്ദം നിൻ്റെ ജീവിതത്തെ മാറ്റുന്നതാണ്, നിനക്ക് വേണ്ടി വഴി തുറക്കുന്നതാണ്, നിന്നെ സൗഖ്യമാക്കുന്നതാണ്. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥനയോട് നിങ്ങൾ ചലിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്തും ചില അടഞ്ഞ വഴികൾ ദൈവം തുറക്കാൻ പോകുന്നു. മഹത്വം ഒരു സ്ഥലത്ത് വെളിപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടത് മുഴുവൻ മടങ്ങി വരും. ജീവിതത്തിനകത്ത് ഇല്ല എന്ന് ശത്രു ഉറപ്പിച്ചത് ചിലത് പൊങ്ങി വരാൻ പോകുകയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ മഹത്വത്തിൻ്റെ രാജാവ് യഹോവ, യുദ്ധവീരൻ, നിങ്ങൾക്ക് വേണ്ടി സൈന്യങ്ങളുടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവുകയാണ്. അറിയാം, അവർ നിന്നോട് പോരാടും, പക്ഷെ നിന്നെ ജയിക്കത്തില്ലെന്നുള്ള ആ വലിയ വാക്തത്വത്തെ സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥനയോടെ ഇന്നത്തെ ചിന്തയിലേക്ക് നമ്മൾ വരികയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഹല്ലേലൂയ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് നിങ്ങൾ ലഭിച്ചു എന്ന് വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾക്കത് ഉണ്ടാകാൻ പോവുകയാണ്. ഹല്ലേലൂയ, നിങ്ങൾ ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, യേശുവിൽ സകലത് ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉണ്ടായി വരുവാൻ പോവുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ നമ്മൾ പ്രാരംഭമായ ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നെ കേൾക്കുന്നവരെ, ദൈവവചനത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് അത് ഉണ്ടാകും. എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും ഈ സമയത്ത് പ്രാർത്ഥനയിൽ ഈ സമയത്ത് ദൈവത്തിൽ ഉറപ്പിച്ച് ദൈവത്തിൻ്റെ ആ സ്വഭാവത്തെ നാം ഒന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവനിൽ സകലതും ഊവെന്നാണ്, സകല വാഗ്ദത്തങ്ങളും അവനിൽ ആമേനെന്നാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ 2 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് നമ്മളൊന്ന് ഒരുമിച്ച് വരികയാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഊവ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. എന്നെ കേൾക്കുന്നവരെ, കഴിഞ്ഞ നാളുകളിൽ എത്ര വാഗ്ദത്തങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും യേശുവിൽ അതെനിക്ക് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവനിൽ എനിക്കതുണ്ട് എന്ന് വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് സ്വീകരിക്കണമേ. 19-ാമത്തെ വാക്യത്തിൽ പൗലോസ് ശക്തമായി അതൊന്നുകൂടെ ഉറപ്പിക്കുകയാണ്. ആ വാക്യത്തെ നമുക്ക് ശ്രദ്ധിക്കാം. ഞാനും സിൽവാനോസും തിമോത്തിയോസും നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു ഒരിക്കൽ ഊവ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല, അവനിൽ ഊവ് എന്നത്രേ ഉള്ളൂ. എന്നെ ശ്രദ്ധിക്കുന്നത് ഇതാ, പൗലോസും കൂട്ടരും പ്രസംഗിച്ചപ്പോൾ ഒരിക്കൽ അവനിൽ ഊവ് എന്നും പിന്നെ ഇല്ല എന്നുള്ളതല്ല. ദൈവത്തിൻ്റെ സ്വഭാവം സകലതും അവനിൽ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ സകലതും അവൻ ഒരുക്കിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. കാരണം അവൻ മുൻകരുതിയിരിക്കുന്നവനാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളത് സകലതും കരുതിയിരിക്കുന്നു. ലോക സ്ഥാപനത്തിനു മുമ്പേ അവനിൽ, ക്രിസ്തുവിൽ എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്ത ദൈവം, ക്രിസ്തുവിൽ എന്നെയും നിങ്ങളെ കണ്ട ദൈവം വലിയ വാഗ്ദത്തങ്ങളെ നിങ്ങളുടെ മേലിൽ നിവർത്തീകരിക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ സമയം മുതൽ നിങ്ങൾക്കത് ലഭിച്ചു എന്നുള്ള ഉറപ്പ്, അല്ലെങ്കിൽ എനിക്കത് ഉണ്ടാകുമെന്നുള്ള ഉറപ്പിലേക്ക് നിങ്ങൾ വരണം. ഇല്ല എന്നുള്ളതും തരത്തില്ല, എനിക്ക് ലഭിക്കത്തില്ല എന്നുള്ളതും നമ്മുടെ ജീവിതത്തിനകത്ത് മാറ്റുവാൻ നിങ്ങൾ തയ്യാറാകണം. ദൈവത്തിൻ്റെ ആ പ്രവൃത്തിയെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകണം. ഈ മിനിറ്റ് മുതൽ എൻ്റെ ദൈവം അത് ചെയ്തു കഴിഞ്ഞു, എൻ്റെ ദൈവം അത് ചെയ്തു കഴിഞ്ഞു. അബ്രഹാം നീണ്ട നാളുകൾ കാത്തിരുന്നെങ്കിലും അബ്രഹാം ദൈവത്തിന് മഹത്വം കൊടുത്തത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അബ്രഹാമിനെ കുറിച്ച് റോമാലേഖനക്കാരൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. റോമാലേഖനം 4-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം പറയുന്നു, മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവൻ. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ദൈവം മരിച്ചതിനെ ജീവിപ്പിക്കുന്നവനാണ്, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്നവനാണ്. ആ വലിയവനായ ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തിനകത്തോ 1-2 വാക്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ നോക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ഈ വാക്യങ്ങളുടെ ആഴത്തിനകത്തോട്ട് വന്നാട്ടെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഒരു പ്രവാചക ശിഷ്യന്റെ ഭാര്യ കടഭാരത്തോടുകൂടെ, ഹല്ലേലൂയ, അവൾ ഭാരത്തോടുകൂടെ പ്രവാചകന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്, എലീശയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. എലീശയുടെ അടുക്കലേക്ക് ചെന്നിട്ട് അവൾ അവളുടെ കടഭാരത്തെക്കുറിച്ച് പറയുകയാണ്. ഹല്ലേലൂയ. എലീശ പറയും, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു? ഹല്ലേലൂയ. അവൾ അവളുടെ കടഭാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിന്റെ കയ്യിൽ എന്തുണ്ട് എന്ന് അവൻ ആവശ്യപ്പെടുകയാണ്. ആ സമയത്ത് അവൾ പറയുന്നു, ഒരു ഭരണി എണ്ണ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അവളോട് പ്രവാചകൻ പറയാണ്, നീ പോയി നിനക്ക് കിട്ടാവുന്നത്രത്തോളം പാത്രങ്ങൾ വായ്പ മേടിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് നീയും നിന്റെ മക്കളും
മക്കളും വാതിലടച്ച് ആ പാത്രങ്ങളിലേക്ക് നിറയ്ക്കാൻ തയ്യാറാകണം. നിറവിൻ്റെ ദൈവം പകരുവാൻ തയ്യാറാകണം. ഇതാ പാത്രം മുഴുവൻ നിറഞ്ഞു വരികയാണ്. ഒരു വാക്യത്തിനകത്തേക്ക് നമ്മൾ വരികയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട് പാത്രം ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. ഇതാ പാത്രങ്ങൾ എത്ര വായ്പ വാങ്ങിച്ചു എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ വീണ്ടും ആ സ്ത്രീ പാത്രം കൊണ്ടുവരാൻ പറയുമ്പോൾ മകൻ പറയാണ് പാത്രമില്ല എന്ന് പറയുന്ന ആ സമയത്ത് എണ്ണ നിന്നു പോവുകയാണ്. വീണ്ടും പാത്രങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എണ്ണ വർദ്ധിച്ചേനെ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവത്തിൽ സകലതും പോവുമെന്ന, എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സകലതും ഉണ്ടാകും. ഭൂമിയും ആകാശത്തെയും ഉളവാക്കിയ ദൈവം, ഇതാ ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ആഴത്തിനും ഇത് ഇരുളായി നിൽക്കുന്ന ഭൂമിയിൽ, ഷേപ്പില്ലാത്ത ഭൂമിയിൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞവനാണ് നിന്റെ പിതാവ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പറഞ്ഞാട്ടെ, അവനിൽ സകലതും എന്നാണ്. എനിക്ക് സകലതും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ മുതൽ എൻ്റെ കൂടെ ചേർന്നിട്ട് പറഞ്ഞാട്ടെ, എൻ്റെ ദൈവം അത് ചെയ്യാൻ ശക്തനാണ്, എൻ്റെ ദൈവം പ്രവർത്തിക്കാൻ ശക്തനാണ്. ദൈവം ഇന്ന് ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ടാകാം. ഹല്ലേലൂയ. എങ്ങനെയും ഒരു ഭവനം തരണമേ. അതെല്ലാം യാചകന്റെ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. യാചകന് എന്തെങ്കിലും ലഭിച്ചാൽ മതി എന്ന് പറയുന്നവനാണ്. ഹല്ലേലൂയ. എന്നാൽ അവൻ്റെ പ്രാർത്ഥനകൾക്ക് ഉറപ്പില്ലാത്തതാണ്. എന്നാൽ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കാൻ അവകാശമുള്ളവർ അവർ ഒരുമിച്ചിട്ട് പറയണം, എൻ്റെ കർത്താവ് മഹത്വത്തിൻ്റെ രാജാവാണ്, അവൻ എനിക്ക് വേണ്ടി സകലതും ഒരുക്കിയിരിക്കുകയാണ്, എൻ്റെ ദൈവം കരുതുന്നവരാണ്. ആവർത്തന പുസ്തകം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, 6-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും നീ നിറയ്ക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്നതുമായ വീടുകളും കുഴിക്കാത്ത കിണറുകളും നീ നട്ടുണ്ടാക്കാത്ത ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ. ഇവിടെ ഒത്തിരി വാഗ്ദത്തങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഹല്ലേലൂയ. നീ നിറയ്ക്കാത്ത സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീട് തരുമെന്നല്ല, വീടുകൾ തരികയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തരാമെന്നല്ല, തരികയും ചെയ്യുന്നു. ഉറപ്പ് വരുത്തുകയാണ്. തരികയും ചെയ്യുന്ന ആ ദൈവത്തിൽ സകലതും ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളിപ്പോൾ അത്ഭുതങ്ങളെ സ്വീകരിക്കാൻ പോവുകയാണ്. നിങ്ങളിപ്പോൾ വിടുതലുകളെ സ്വീകരിക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഇതാ അബ്രഹാം മകനുമായി യാഗത്തിന് പോവുകയാണ്. ഇതാ മോറിയ മലയുടെ താഴ്വരയിൽ എത്തുകയാണ്. ആ താഴ്വരയിൽ നിൽക്കുമ്പോൾ ഇസഹാക്ക് അവനോട് ചോദിക്കുകയാണ്, അപ്പാ നമ്മുടെ കയ്യിൽ തീയും വിറകുമുണ്ട്, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെയാണ്? നിങ്ങൾ ശ്രദ്ധിക്കുക, ഇല്ലായ്മയുടെ ചോദ്യമാണ്. എവിടെയാണെന്ന് യാഗമൃഗമെന്ന് ഇസഹാക്കിന് അറിയത്തില്ല. എന്നാൽ അബ്രഹാം വിളിച്ചു പറയുകയാണ്, യഹോവ കരുതിക്കൊള്ളും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ ദൈവം കരുതുന്നവരാണ്. എൻ്റെ എല്ലാ വിഷയത്തിനകത്തും അവനിൽ സകലതും ഉണ്ട് എന്നും എനിക്ക് ലഭിച്ചു എന്നും ഞാൻ വിശ്വസിക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആമേൻ പറയാൻ പറ്റുന്നവർ പറയുക, ആമേൻ പറയാൻ പറ്റുന്നവർ പറയുക. നിങ്ങൾ എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് വിശ്വസിക്കും? ഞാൻ വലിയ ദൈവപ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ആളാണ്. ഇതാ നിനക്ക് വേണ്ടി ചിലത് അവൻ തുറന്നു തരാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി സകലതും അവൻ ഒരുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇസഹാക്കിനോട് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞു, ഈ ആണ്ടിൽ തന്നെ നീ വിതയ്ക്കുക. ശൂന്യമായും ക്ഷാമമായും നിൽക്കുന്ന ആണ്ടിൽ ഇസഹാക്ക് വിതച്ചു. ആ ആണ്ടിൽ അവന് 100 മേനി കൊയ്ത്തുണ്ടായെന്നാണ് ഹല്ലേലൂയ എഴുതിയിരിക്കുന്നത്. അവനെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിച്ചു മഹാധനവനാക്കി തീർത്ത ഒരു ദൈവം ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ലായ്മകൾ നിൽക്കുന്നവരുണ്ടാകാം, ഇനി വഴിയില്ലെന്ന് പറയുന്നവരുണ്ടാകാം. അവരുടെ എല്ലാവരുടെയും ജീവിതത്തിനകത്ത് വലിയ നന്മകളെ തുറക്കുവാൻ എൻ്റെ ദൈവം നിങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് സകലതും ലഭിച്ചു എന്ന് വിശ്വസിക്കുക. ഇതാ എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാൻ പോകുകയാണ്. ലഭിച്ചു എന്നുള്ളതിൻ്റെ ആഴം കർത്താവിനോടുള്ള ഉറപ്പാണ്. എൻ്റെ ദൈവം അത് ചെയ്തു. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമാണ്. ആ ഉറപ്പിനകത്ത് നിന്നുകൊണ്ട്, ലഭിച്ചു എന്നുള്ള ബോധ്യത്തിനകത്ത് നിന്നുകൊണ്ട് ആത്മാവിൽ പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. പൗലോസും കൂട്ടനും പ്രസംഗിച്ചതുപോലെ അവനിൽ സകലതുമുണ്ട്, അവനിൽ സകലതുമൂവെന്നാണ്. ഇല്ല എന്നുള്ളതല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. നിങ്ങൾക്ക് സൗഖ്യമുണ്ട്, അവൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ അടിപ്പിണരാലുള്ള സൗഖ്യത്തെ സ്വീകരിക്കുക. ഞാൻ വിശ്വസിക്കുന്നു, ലഭിച്ചു എന്നൊരു ഭയങ്കര ബോധ്യം എൻ്റെ അകത്ത് വരുമ്പോൾ തന്നെ സകലതും ഉണ്ടാകുകയാണ്. ആ വിഷയത്തിനകത്ത് വലിപ്പം വെളിപ്പെട്ട് വരികയാണ്. ഒരു വാക്യം കൂടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എന്നെ കേൾക്കുന്നവരെ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം. അങ്ങനെ ഉള്ളവനേവരിൽ ലഭിക്കും, അവന് സമൃദ്ധിയും ഉണ്ടാകും, ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തു കളയും. നമുക്കറിയാം താലന്തുകളുടെ ഉപമയാണ് ഈ പറയുന്നത്. എങ്കിലും നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ
നിങ്ങൾക്ക് സകലതും ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചിലത് വർദ്ധിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതം നടക്കാൻ പോവുകയാണ്. ഒരിക്കലും ഇല്ല എന്ന് പറയരുത്. എൻ്റെ ദൈവം സകലതും ഉളവാക്കുന്നവനാണ്. അവന് സകലതും ഊവൻ തന്നെയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ അത്ഭുത സാക്ഷ്യത്തിലേക്ക് വരാം. അതിനുശേഷം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കടന്നു വരാട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ബുധനാഴ്ച ദിവസം ലേഡീസ് മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ കടയിലെ ചേച്ചിയുടെ അടുത്തുനിന്ന് ചായ കുടിക്കും. അപ്പോൾ ചേച്ചിയോട് ഒരു വിശേഷം പറഞ്ഞു, മോൾക്ക് 5 വർഷമായിട്ട് കുട്ടികളില്ല. ഇവിടെ കടന്നു വരുമ്പോൾ ചേച്ചിക്ക് ഭയങ്കര നാണം, എല്ലാവരും എന്നെ കളിയാക്കും. ഒരു ദിവസം വന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ച്, പക്ഷെ ഞാൻ പറഞ്ഞത് കുട്ടികളുണ്ടാവും, ഞങ്ങളുടെ ദൈവം വിശ്വസ്തനാണ്, ഞങ്ങൾ വെറുതെ അല്ല ഈ ബുധനാഴ്ച ദിവസം പോയിരിക്കുന്നെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ ദിവസം എന്നോട് വിളിച്ച് പറഞ്ഞ് മകൾക്ക് 5 വർഷമായിട്ടില്ലാത്ത കുട്ടി ഇപ്പം ഗർഭിണിയാണ് ഇന്ന് വിശേഷം പാസ്റ്ററോട് പറയണം. ഇതൊരു സാക്ഷ്യമായിട്ട് അവർക്ക് വന്ന് പറയാൻ നാണക്കേടാണെന്ന് അവർ പറയുക. അപ്പം ഞാനിത് സാക്ഷ്യമായിട്ട് പറയണം. നമ്മൾ ദൈവമക്കളല്ലാന്നിട്ട് പോലും ഒരു കുഞ്ഞിനെ കൊടുത്തെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച് എത്രത്തോളം നമ്മുടെ ദൈവം തരും, ആ വിശ്വാസം സ്വീകരിക്കണം. കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. കർത്താവ് ചെയ്ത നന്മകൾക്കായി സ്തോത്രം. ഉണ്ടാകട്ടെ. എനിക്ക് ഷുഗറുണ്ട്. അപ്പോൾ എൻ്റെ കാലിലൊരു ചെറിയ ഒരു പോളം പോലെയാണ് വന്നത്. പക്ഷെ അത് ഭയങ്കരമായിട്ട് വട്ടം വെച്ച് പഴുത്ത് ഒരു കുഴി പോലെ ആയിരുന്നു. ഞാൻ പാസ്റ്ററോട് ഒന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് മാറ്റി തന്നെ, ഷുഗറുള്ളതുകൊണ്ട് ഉണങ്ങോ ഈ മുറിയിലോട്ട് നോക്കാതെ എനിക്ക് ഭയം. ഞാൻ അന്ന് കാണുമ്പോൾ ഇതൊരു ഭയങ്കര കുഴി പോലെ അകത്തോട്ട് കയറി നിന്നതാണ്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇത് എന്ത് ചെയ്യും, അങ്ങനെ അവന് പഴുത്ത് കാലൊക്കെ മുറിക്കേണ്ടി വരുമോ, അങ്ങനെയൊക്കെ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ മുറുകെ പ്രാർത്ഥിച്ചു, ഹോസ്പിറ്റലൊന്നും പോയില്ല. പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പാസ്റ്ററോട് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തുറന്നിരിക്കുകയായിരുന്നു, ഉള്ളിലോട്ട് ഇങ്ങനെ ആയി. അപ്പോൾ ഞാൻ ഈ മാംസം വന്ന് എൻ്റെ കാലിൻ്റെ ഒപ്പം മൂടുമോ ദൈവമേ, അതൊരു കുഴിയായിരിക്കുമോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ എൻ്റെ ആ കാലിൻ്റെ വശം മുഴുവൻ മാംസം വന്ന് അങ്ങോട്ട് മൂടി ഉണങ്ങി, നല്ലപോലെ ഉണങ്ങിപ്പോയി. കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായിട്ട് കരമടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നന്ദി പറയുന്നു. ഈ ബ്രദറിന് സ്റ്റെപ്പൊന്നും കയറാൻ പറ്റില്ല. ഇങ്ങനെ അന്ന് ലിഫ്റ്റൊക്കെ കേടായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 2-3 പ്രാവശ്യത്തെ ദിവസം വന്നതിൽ തന്നെ വിടുതൽ കിട്ടി, നടന്നു. ആൾ സ്റ്റെപ്പ് ഇറങ്ങലും ഒക്കെ ആയി. പിന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബസ് കയറ്റി വിടുക ചെയ്ത് ഞങ്ങൾ വീട്ടിലെത്തിക്കാറുണ്ട്. ഞങ്ങൾക്കന്ന് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വർക്കിന് പോകുമ്പോൾ ബ്രദറിനെ ബസ് കയറ്റി ഞങ്ങൾ വിട്ടു. ഒറ്റയ്ക്ക് പോയി തൃശ്ശൂരിൽ നിന്ന് ബസ് കയറിയിട്ട് ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാറില്ല. ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത്. ഇറങ്ങി എന്നിട്ട് എത്ര നാളായിരുന്നു സിസ്റ്റർ, എന്തോ സംഭവിച്ചതാ അതാണ് പറയേണ്ടത്. ആ ബ്രദർ തന്നെ പറഞ്ഞാൽ നല്ലതായിരിക്കും. കൂടെ കൊണ്ടുവന്ന എന്താ സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല. അതിനെ കാലക്രമേണ അങ്ങനെ പെട്ടെന്ന് വീഴാറുള്ളതായി. പിന്നെ വീണിട്ടില്ല, പിന്നെ അങ്ങനെ വെയിറ്റൊക്കെ തൂക്കിയിട്ടാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഓപ്പറേഷൻ വലിയ ഓപ്പറേഷനായിരുന്നു. അതൊരു 100-6 ആൾക്കാരൊക്കെ അങ്ങനെ നാട്ടിൽ ഓപ്പറേഷനായിരുന്നു. പെട്ടെന്ന് 6 ആൾക്കാരൊക്കെ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ അത്ര വലിയ ഓപ്പറേഷനായിരുന്നു. മൂത്രം തനിയെ പോവില്ല, ഇരുന്നാലും നനഞ്ഞു പോവും, നിന്നാലും നനഞ്ഞു പോവും. പിന്നെ ഇവിടെ വന്നു. ഞാൻ പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് വന്നു കഴിഞ്ഞാൽ അതൊക്കെ മാറും എന്ന് പറഞ്ഞു. ഞാൻ അച്ഛന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. സാക്ഷ്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് സാക്ഷ്യം പറയാനുണ്ട്. പക്ഷേ എനിക്ക് മൈക്കിന് മുമ്പിൽ നിൽക്കാൻ ഭയമായിരുന്നു. എങ്ങനെ പറയും, എന്ത് പറയുമെന്ന് അറിയാതെ കൊണ്ടാണ് ഇതുവരെ ഞാൻ സാക്ഷ്യം പറയാത്തത്. പക്ഷേ ഇന്ന് ഞാൻ പാസ്റ്റർ പറഞ്ഞു സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ദൈവത്തിനോട് പറഞ്ഞു, ദൈവം എനിക്ക് ശക്തി തരണേന്ന്. അത് അച്ഛന് ശ്വാസമുട്ടും കാലുവേദനയുമായിട്ട് കഠിനമായ ശ്വാസമുട്ടും ചുമയുണ്ടായിരുന്നു. അത് പൂർണ്ണമായി മാറി. അതുപോലെ കാലുവേദന നന്നായി കുറഞ്ഞു. കഴിഞ്ഞ 2023 കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ സ്നാനം ഏറ്റത്, ഞാനും അച്ഛനും അമ്മയും. അതിനെനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുമൂലമാണ് ഞാനിങ്ങനെ സ്നാനം എടുക്കാൻ മുന്നോട്ട് വന്നത്. എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായപ്പോഴാണ് ഇതിലേക്ക് വരാൻ കാരണം ഉണ്ടായത്. ആ പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ TV-യിൽ റോയ് പാസ്റ്ററുടെ വചനം കേൾക്കാറുണ്ടായിരുന്നു.
അങ്ങനെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പാസ്റ്റർ ഈ സഭയിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പെട്ടെന്നായിരുന്നു ഒരു ദിവസം എൻ്റെ അനിയത്തി എന്നോട് പറഞ്ഞത്, നീ ഈ സഭയിലേക്ക് വരണം, പ്രാർത്ഥിക്കാൻ വരൂ, ആരാധന കൂടാൻ വരൂ എന്ന് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് അത്ഭുതമായി. പാസ്റ്റർ ഫോട്ടോ ഞാൻ കണ്ടു. ദൈവം ഞാൻ ടി വിയിൽ കണ്ട പാസ്റ്ററാണല്ലോ ഇത്. എനിക്ക് സന്തോഷം കൊണ്ട് എന്താ പറയുന്നത് അറിയില്ല. ഞാൻ അനിയത്തിയോട് പറഞ്ഞു, ഈ പാസ്റ്റർ വചനം ഞാൻ എന്നും കേൾക്കാറുണ്ട്, എൻ്റെ മനസ്സിലേക്ക് തട്ടിയതാണ് ഈ പാസ്റ്റർ. എനിക്ക് ഒരുപാട് എന്താ പറയുക, അങ്ങനെ എനിക്ക് ഈ പാസ്റ്റർ ആരാധന കൂടുന്ന എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എനിക്ക് എന്നെ എത്തിച്ചേർത്തു ദൈവമേ നന്ദി, യേശുവേ സ്തോത്രം. ഇനിയും ഒരുപാട് എനിക്ക് സാക്ഷ്യം പറയാനുണ്ട്, പക്ഷേ ഒരിക്കലും ഞാൻ ഇത് പറയും. ഇനിയും ഒരുപാട് പറയാനുണ്ട്. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. യേശുവേ നന്ദി, യേശുവേ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആരാധന, ആ മഹത്വം, സഹോദരിയുടെ സ്തോത്രം. ആഗ്രഹത്തെ ദൈവം സാധിപ്പിക്കുകയും ആ മകൻ്റെ ശ്വാസം മുട്ടലും ചുമയും അല്ലെങ്കിൽ കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കിയും കാലിൻ്റെ വേദനയെ സൗഖ്യമാക്കിയ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, കർത്താവെ, ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലവർക്ക് വേണ്ടിയും അതേ ദൈവത്തിൻ്റെ ശക്തി, അതേ ദൈവത്തിൻ്റെ കരം ഇപ്പോൾ വെളിപ്പെട്ട് കഴിഞ്ഞതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ വീട് ആലുവ പറവൂർ സ്ഥലം തട്ടാമ്പടി. ഞാൻ ഈ സഭയിൽ വന്നു തുടങ്ങിയിട്ട് 8 വർഷമായി. 8 വർഷം കഴിഞ്ഞു. എൻ്റെ മോളെന്ന് പറഞ്ഞാൽ എൻ്റെ മോൾക്ക് സൗഖ്യം കിട്ടിയത് ഇവിടെ വന്നിട്ടാണ്. ജന്മനാൽ എൻ്റെ മോൾക്ക് ശ്വസിക്കുന്ന നാളമുണ്ടായിരുന്നില്ല, ശ്വസിക്കാൻ കഴിയാത്തൊരു കുഞ്ഞായിരുന്നു. ഈ സഭയിൽ വന്ന് അവൾക്ക് സൗഖ്യം കിട്ടി. രണ്ടാമത് എൻ്റെ മകൻ്റെ സാക്ഷിയാണ്. എൻ്റെ മകനെ ജനിച്ചപ്പോൾ ഉള്ള അസുഖം തന്നെയായിരുന്നു, യൂറിൻ അറിയാതെ പോലെ. 5 വയസ്സായപ്പോഴും ഞങ്ങൾ അറിഞ്ഞത്. സ്കൂളിൽ ചേർത്തതിന് ശേഷമാണ് ഇവനിങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞത് തന്നെ. പല ഡോക്ടർമാരെയും കണ്ടപ്പോൾ പറഞ്ഞ് അവന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞ്. ഞങ്ങൾ സർജറി ചെയ്യാനല്ല പോയത്. ഞങ്ങൾ സഭയിൽ വന്ന് ഇവിടെ പ്രാർത്ഥിക്കാൻ പാസ്റ്ററോട് പറഞ്ഞു. ഞങ്ങളും പ്രാർത്ഥിച്ച് എല്ലാ ആഴ്ചയിലും സഭയിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അവനിപ്പോൾ അവൻ്റെ രോഗസൗഖ്യമായി. ഇപ്പം ആ മൂത്രം പോകുന്നില്ല. മൂന്നാമത്തെ ഒരു സാക്ഷി എന്ന് പറയുന്നത്, ഇവൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവൻ്റെ മേത്തൊരു ബൈക്ക് തട്ടി. ഇവൻ 2 മീറ്ററോളം അകലെ പോയി തെറിച്ച് വീണ്. ഭയങ്കര വണ്ടികൾ ഒഴുകുന്ന റോഡാണ് തട്ടാമ്പടി റോഡ്. ആ റോട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയതാണ് രാവിലെ പഠിക്കാൻ. ബൈക്ക് അടിച്ചിട്ട് കൊച്ചു ഒരുപാട് ദൂരെ തെറിച്ച് വീണ്ടും കൊച്ചിൻ്റെ കാലിൻ്റെ എല്ല് പൊട്ടി, മുട്ടുകാലിൻ്റെ എല്ല് പൊട്ടി. 2 മാസം ഈ പ്ലാസ്റ്റർ ഇട്ടിരുന്നെങ്കിലും അവന് ആ തലയ്ക്ക് എന്തെങ്കിലും കേടുപറ്റിയോ ഒന്നും ചെയ്തില്ല. അവൻ തല മൊത്തത്തിൽ സ്കാൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ സ്കാൻ ചെയ്യണില്ല, ഞങ്ങളുടെ ഡോക്ടർ ഞങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങൾ ധൈര്യപ്പെട്ട് തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അത് ചെയ്തില്ല. ഒരു കുഴപ്പമില്ലാതെ ദൈവം സഹായിച്ച്. പിന്നെ 4ാമത്തെ സാക്ഷി എന്ന് പറയുന്നത്, ഞാനിവിടെ പ്രാർത്ഥിക്കാൻ സ്ഥിരമായിട്ട് വരുന്നുകൊണ്ടിരുന്നാണ്. ഇപ്പോൾ എനിക്ക് വരാൻ പറ്റില്ല, ജോലി കാരണം കൊണ്ട് വരാത്തത്. ഇപ്പോൾ പാസ്റ്റർ എന്നോട് ദൂത് പറഞ്ഞു, സിസ്റ്റർക്ക് എവിടെ നിന്നോ ഒരു നന്മ വരുന്നുണ്ട്, അത് പഞ്ചായത്തിൽ നിന്നോ വില്ലേജിൽ നിന്നോ എനിക്കറിയില്ല, എവിടെ നിന്നോ വരണമെന്ന് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് പഞ്ചായത്തിൽ ജോലി കിട്ടി. ഞാനിപ്പോൾ പഞ്ചായത്തിൽ ജോലിക്ക് പോകാറുണ്ടാണ്. ഞായറാഴ്ച ദിവസങ്ങൾ പോലും എനിക്ക് ലീവ് എടുക്കാൻ പറ്റാറില്ല. വീട്ടിലാണെങ്കിൽ വയ്യാത്തൊരു കുട്ടിയുണ്ട്, അവൾ സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളതാണ്. ഇപ്പോൾ അവൾക്ക് ഞാൻ 5 മാസമായി ജോലിക്ക് പോയി തുടങ്ങിയിട്ട്. ഇപ്പോൾ 5 മാസമായിട്ട് അവൾക്കൊരു അസുഖം ഉണ്ടായിരുന്നില്ല. പ്രിയരെ, ഇന്നത്തെ ഈ എപ്പിസോഡിനകത്ത് വലിയ വിടുതലുകൾ സംഭവിച്ചെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഇന്ന് അനേക രോഗസൗഖ്യങ്ങൾ സംഭവിക്കുകയാണ്. ഇന്ന് അനേകർ കുടുംബത്തിനകത്ത് സ്വസ്ഥത അനുഭവിക്കാൻ പോവുകയാണ്. കാരണം ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിന് വലിയ അധികാരമുണ്ട്. ഹല്ലേലൂയ. യേശു ഭൂതങ്ങളെ ശാസിച്ചപ്പോൾ, യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ, ഹല്ലേലൂയ, ആ ഭൂതശക്തികൾ വിട്ടുമാറിയെങ്കിൽ നിങ്ങളെ അലട്ടുന്ന രോഗത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന രോഗശക്തി ഇപ്പോൾ തന്നെ മാറുവാൻ പോവുകയാണ്. ചിലരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, എത്ര മരുന്ന് കഴിച്ചിട്ടും സൗഖ്യമാകുന്നില്ല. ഒന്നിലല്ലെങ്കിൽ മറ്റൊന്നിൽ എന്നും പ്രശ്നങ്ങളാണ്, പ്രതികൂലങ്ങളാണ്. നിങ്ങൾ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇപ്പോൾ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമെങ്കിൽ ഇന്ന് ഇതുവരെയും വെളിപ്പെടാത്ത വിടുതലുകൾ വെളിപ്പെട്ടു വരും. നമുക്കൊരുമിച്ചൊന്ന് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിങ്ങൾ കരയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ധൈര്യത്തോടെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ രോഗശക്തിയോട് കൽപ്പിക്കണം വിട്ടുമാറുവാനായിട്ട്. യേശു കാറ്റിൻ്റെ മുമ്പിൽ കരയല്ലായിരുന്നു. യേശു കടലിനോട് കരഞ്ഞുകൊണ്ട് എങ്ങനെയും ഒന്ന് മാറാനല്ല പറഞ്ഞത്. യേശു പറഞ്ഞു, അടങ്ങുക, ശാന്തമാകുക. നിങ്ങളുടെ ഭവനത്തിനകത്ത് നിൽക്കുന്ന വിരോധങ്ങൾ മാറിപ്പോകട്ടെ. ഇന്ന് രാത്രി ആ വഴക്കുകൾ നിൻ്റെ വീട്ടിനകത്ത് അവസാനിക്കും. കണ്ണുകൾ അടയ്ക്കാം. യേശുവിൻ്റെ നാമത്തിൽ വലിയ അധികാരമുണ്ട്. കണ്ണുകളൊന്ന് അടച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നു. മോളിസിസറിൻ്റെ ഇപ്പോൾ തന്നെ ആ രോഗശക്തി വിട്ടുമാറുകയാണ്. ശരീരം സ്വതന്ത്രമായി തീരുന്നതിനായിട്ട് നന്ദി പറയുകയാണ്. ഷാളി സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരം ആ മകൾക്ക് വേണ്ടി കുടുംബമായിട്ട് തലമുറയുടെ വിഷയത്തിനകത്തൊരു അത്ഭുതം കർത്താവ് ചെയ്യുകയാണ്.
കർത്താവെ സുനിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ തലമുറയുടെ വിവാഹത്തിൻ്റെ വാതിലൊക്കെ തുറന്നതിനായി സ്തോത്രം. കർത്താവെ അറിയാം മനോജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിടുതൽ നടന്നതിനായി നന്ദി. എബ്രഹാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, 2 തലമുറയുടെയും വഴികൾ അങ്ങ് തുറക്കുന്നതിനായി സ്തോത്രം. കർത്താവെ കാലിന് നീരും വേദനയുമായിട്ട് നിൽക്കുന്ന ആ സഹോദരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ആ മകൾ സൗഖ്യമാകട്ടെ. മണി എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. മണിക്ക് വേണ്ടി ഇപ്പോൾ അത്ഭുത വിടുതൽ നടക്കുകയാണ്. ശോഭനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിടുതൽ സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ കരം ആ മകൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരട്ടെ. കർത്താവെ പൂർണ്ണമായി ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന രോഗമുള്ളവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ശരീരം സ്വതന്ത്രമാകട്ടെ. അല്ലെങ്കിൽ ആ രോഗശക്തികളോട് ഞങ്ങൾ കൽപ്പിക്കുന്നു, ശരീരം വിട്ടുമാറുക. ഇപ്പോൾ തന്നെ ആ ഡയബറ്റിക്കിൻ്റെ ശക്തി ശരീരം വിട്ടുമാറുകയാണ്. ഇപ്പോൾ തന്നെ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന BP നോർമലാകുകയാണ്. ആ ബ്ലീഡിങ്ങിൻ്റെ ശക്തി ഇപ്പോൾ ഈ ശരീരം വിട്ട് സ്വതന്ത്രമാകുകയാണ്. കർത്താവെ ഇവർ അത്ഭുത സാക്ഷികളായി തീരട്ടെ. കർത്താവെ ക്യാൻസറുകൾ, ട്യൂമറുകൾ സൗഖ്യമാകുന്നതിനായി സ്തോത്രം. ശരീരത്തിനകത്ത് നിൽക്കുന്ന അലർജി രോഗങ്ങൾ സൗഖ്യമായതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എന്നെ കാണുന്ന ഓരോ മക്കളും കടബാധ്യതയും ജപ്തിയായിട്ടൊക്കെ ഭാരപ്പെടുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും ഇപ്പോൾ അത്ഭുത വാതിലുകൾ തുറക്കുകയാണ്. അത്ഭുത അടയാളങ്ങൾ സംഭവിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ വിരോധങ്ങൾ അവസാനിക്കട്ടെ. ഇവർക്ക് വിരോധമായി മുമ്പോട്ട് വിടാതെ നിൽക്കുന്ന കാറ്റുകളെ ഞങ്ങൾ ശാസിക്കുന്നു, വിട്ടുമാറട്ടെ. കർത്താവിൻ്റെ കരം വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ വീട്ടിനകത്ത് നിൽക്കുന്ന മദ്യപാന ശക്തികൾ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഹല്ലേലൂയ. അതേപോലെ തന്നെ വീട്ടിനകത്ത് അനാവശ്യമായി നിൽക്കുന്ന വഴക്കുകൾ നിങ്ങളുടെ ഭവനം വിട്ടിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ സ്വസ്ഥതയുടെയും സമാധാനത്തിൻ്റെയും രാജാവായ പ്രഭുവായ കർത്താവ് നിങ്ങളുടെ വീട്ടിൽ വാഴുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങളിപ്പോൾ തന്നെ പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടി വിളിച്ചാട്ടെ. വലിയ അത്ഭുതങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചാട്ടെ. ഹല്ലേലൂയ. അതേപോലെ കേരളത്തിൽ പലയിടങ്ങളിൽ നമ്മുടെ വിടുതൽ ശുശ്രൂഷകൾ, അത്ഭുതമായ ആരാധന നടക്കുന്നു. നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുകയാണ്. അതേപോലെ തന്നെ അല്ലെങ്കിൽ ഒരു ഗുഡ് ന്യൂസ്, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു, നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. അതേപോലെ തന്നെ ഒരു കാര്യം വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. യൂട്യൂബ് ചാനലുകളിൽ ഈ മെസ്സേജുകൾ ഹല്ലേലൂയ അപ്ലോഡ് ആകുന്നുണ്ട്. നിങ്ങൾക്ക് അത് കാണുകയും മറ്റുള്ളവരിലേക്ക് നിങ്ങൾ യൂട്യൂബ് ചാനൽ എത്തിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഹല്ലേലൂയ ഫേസ്ബുക്കിലേക്ക് ജോയിൻ ചെയ്താട്ടെ. ഹല്ലേലൂയ. അതേപോലെ ഈ എപ്പിസോഡുകളെ സഹായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഹല്ലേലൂയ എപ്പിസോഡ് ഹല്ലേലൂയ ഈ മിനിസ്ട്രിയുടെ ഭാഗമായിട്ടും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ. ഹല്ലേലൂയ. അതേപോലെ ഒരു കാര്യം വ്യക്തമായി ഓർപ്പിക്കുന്നു. അനാഥർക്ക് വേണ്ടി കൊല്ലം ചർച്ചുമായി ചേർന്ന് എല്ലാ ദിവസവും അനേകർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. അനാഥർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു നേരത്തെ ആഹാരം നമ്മൾ കൊടുക്കുന്നു. നിങ്ങളും സഹായിക്കാൻ പറ്റുന്നവർ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം കാണും വരെയും സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.